ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അജൂസ് കിച്ചൺ വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരു വെറൈറ്റി ഡിഷാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. നല്ല സ്പൈസി ആയിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പം വെണ്ടയ്ക്ക കൊണ്ടുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമില്ലാത്തവരും ഈ ഒരു റെസിപ്പി ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ പരിചയക്കാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതിനായിട്ട് ഞാൻ 200 ഗ്രാം വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക, ഇടയ്ക്കൂടെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. വലിയ വെണ്ടയ്ക്കാണെങ്കിൽ രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ രണ്ടായിട്ട് മുറിച്ചെടുത്ത് വലിയ വെണ്ടയ്ക്ക ആയതുകൊണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് 2 കഷ്ണങ്ങളായിട്ടങ്ങ് മുറിച്ച് മാറ്റേണ്ട കേട്ടോ, ഇതുപോലെ 2 ആക്കി മാറ്റേണ്ട. ഒന്ന് വരഞ്ഞു കൊടുത്താൽ, നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ മാത്രം മതിയാവും. ഇതിലേക്ക് വേണ്ടുന്ന മസാല കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും ചേർത്ത് നമുക്കിത് മസാല നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം. ഇതുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ വരഞ്ഞിരിക്കുന്ന അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല പുരണ്ടു വരണം. ആ രീതിയിൽ നന്നായിട്ട് ഞാനിവിടെ മസാല യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല, കുറച്ച് എണ്ണ മതി. നമ്മൾ ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മാത്രം മതി. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പം 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം. ഇപ്പം ഇത് ഫ്രൈ ആയിരുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടുന്ന മസാലകളുടെ കാര്യങ്ങളൂടെ ശരിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് സവോള ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഇത് ഞാൻ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട്. 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്നും നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എന്നിട്ട് അതേ എണ്ണയിൽ തന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിടുക. ഈ സവാളയുടെ മിക്സൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരണം, നന്നായിട്ട് വഴണം. ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിലേക്ക് നന്നായിട്ട് വഴണ്ടതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി, അതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ആ ഒരു എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ആ മസാലയെല്ലാം വെണ്ടയ്ക്കയിൽ നന്നായിട്ട് പുരണ്ട് വരണം. ആ ഒരു ഭാഗം വരെ നമുക്കത് നന്നായിട്ടൊന്ന് ചെറിയ തീയിലിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം.
നന്നായിട്ട് ആ മസാല അതിൽ പുരണ്ട് വരണം. അപ്പം വളരെ ടേസ്റ്റിയാണ് ഈ ഒരു ഡിഷ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പം നമ്മളുടെ വെണ്ടയ്ക്ക മസാല ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പം എല്ലാവരും ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻസുകൾ എന്നെ അറിയിക്കുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പരിചയത്തിലുള്ള മറ്റുള്ളവർക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനിയും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.